പാഠപുസ്തകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. LGS മോഡൽ ക്വസ്റ്റ്യന്റെ 10ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നതിൽ ഓക്സിജന്റെ ഐസോടോപ്പ് ഏതാണ്? താഴെ തന്നിരിക്കുന്നതിൽ ഓക്സിജന്റെ ഐസോടോപ്പ് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓക്സിജൻ 16, ഓക്സിജൻ 17, ഓക്സിജൻ 18. ഓക്സിജൻ 16, ഓക്സിജൻ 17, ഓക്സിജൻ 18 ഇത് മൂന്നുമാണ് ഓക്സിജന്റെ ഐസോടോപ്പുകൾ. ലായനിയിൽ ലയിച്ചു ചേർന്ന ലീനത്തിന്റെ അളവ് ശതമാനത്തിൽ പ്രസ്താവിക്കുന്ന രീതി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. മാസ് പെർസെന്റേജ്. മാസ് പെർസെന്റേജ് ആണ് ലായനിയിൽ ലയിച്ചു ചേർന്ന ലീനത്തിന്റെ അളവ് ശതമാനത്തിൽ പ്രസ്താവിക്കുന്ന രീതിയാണ് മാസ് പെർസെന്റേജ്. ഗ്രാഫൈറ്റിനെ സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് ഏതാണ്? ഗ്രാഫൈറ്റിനെ സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി ആണ് തെറ്റായിട്ടുള്ളത്. വൈദ്യുത ചാലകമല്ല, അതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. ശരിയായിട്ടുള്ളത് നോക്കാം. ചാരനിറത്തിൽ കാണപ്പെടുന്നു, മൃദുവും തെന്നി മാറുന്നതുമാണ്, ബാഷ്പീകരണശീലമില്ല. ഇത് മൂന്നുമാണ് ഗ്രാഫൈറ്റിനെ സംബന്ധിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ. ചാരനിറത്തിൽ കാണപ്പെടുന്നു, മൃദുവും തെന്നി മാറുന്നതുമാണ്, ബാഷ്പീകരണശീലമില്ല. ആസിഡും അതിൽ താഴ്ത്തി വച്ചിരിക്കുന്ന ലോഹങ്ങളും തമ്മിലുള്ള രാസപ്രവർത്തനം വഴി വൈദ്യുതി ഉണ്ടാകുന്ന സംവിധാനം ഏതാണ്? ആസിഡും അതിൽ താഴ്ത്തി വച്ചിരിക്കുന്ന ലോഹങ്ങളും തമ്മിലുള്ള രാസപ്രവർത്തനം വഴി വൈദ്യുതി ഉണ്ടാകുന്ന സംവിധാനം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ്. വൈദ്യുതി രാസസെല്ലുകൾ. വൈദ്യുത രാസസെല്ലുകൾ എന്നാണ് ആസിഡും അതിൽ താഴ്ത്തി വച്ചിരിക്കുന്ന ലോഹങ്ങളും തമ്മിലുള്ള രാസപ്രവർത്തനം വഴി വൈദ്യുതി ഉണ്ടാകുന്ന സംവിധാനം അറിയപ്പെടുന്നത്. വൈദ്യുത രാസസെല്ലുകൾ. താഴെ തന്നിരിക്കുന്നതിൽ ഒരു തന്മാത്രയെ സംബന്ധിച്ചിടത്തോളം ശരിയായ പ്രസ്താവന അല്ലാത്തത് ഏത്? തെറ്റായിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിലേതാണ് ആൻസർ? ആൻസർ ഓപ്ഷൻ ഡി ആണ് തെറ്റായിട്ടുള്ളത്. ഒരു മൂലകത്തിന്റെ എല്ലാ സ്വഭാവവും പ്രകടിപ്പിക്കുന്ന അടിസ്ഥാന കണം എന്നാണ് കൊടുത്തിട്ടുള്ളത്. അതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. ശരിയായിട്ടുള്ളത് നോക്കാം. ഒരു മൂലകത്തിന്റെ തന്നെ രണ്ടോ അതിലധികമോ ആറ്റങ്ങൾ ചേരുന്നതാണ് ഒരു തന്മാത്ര എന്ന് പറയുന്നത്. സ്വതന്ത്രമായും സ്ഥിരമായും നിൽക്കാൻ കഴിയുന്നു. ഒരു പദാർത്ഥത്തിന്റെ എല്ലാ സ്വഭാവവും പ്രകടിപ്പിക്കുന്ന അടിസ്ഥാന കണമാണ് തന്മാത്ര. അപ്പൊ ഈ മൂന്ന് പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. റേഡിയോ തരംഗങ്ങൾ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? റേഡിയോ തരംഗങ്ങൾ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. ഹെൻറിച്ച് ഹെർട്സ്. ഹെൻറിച്ച് ഹെർട്സ് ആണ് റേഡിയോ തരംഗങ്ങൾ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ. ശബ്ദ സ്രോതസ്സിന്റെയോ ശബ്ദ സ്വീകരണിയുടെയോ ആപേക്ഷിക ചലനം മൂലം ശ്രോതാവ് ശ്രവിക്കുന്ന ശബ്ദത്തിന്റെ ആവൃത്തിയിൽ മാറ്റമുണ്ടാകുന്ന പ്രതിഭാസം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഡോപ്ലർ എഫക്റ്റ്, അനുരണനം, അനുനാദം, പ്രണോദിത കമ്പനം. ഇതിലേതാണ് ശബ്ദ സ്രോതസ്സിന്റെയോ ശബ്ദ സ്വീകരണിയുടെയോ ആപേക്ഷിക ചലനം മൂലം ശ്രോതാവ് ശ്രവിക്കുന്ന ശബ്ദത്തിന്റെ ആവൃത്തിയിൽ മാറ്റമുണ്ടാകുന്ന പ്രതിഭാസം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. ഡോപ്ലർ എഫക്റ്റ്. ഡോപ്ലർ എഫക്റ്റ് ആണ് ആൻസർ ഓപ്ഷൻ എ. താഴെ തന്നിരിക്കുന്നതിൽ ചലന ജഡത്വത്തിന് ഉദാഹരണം ഏതാണ്? 4 പ്രസ്താവന തന്നിട്ടുണ്ട്. അതിൽ ചലന ജഡത്വത്തിന് ഉദാഹരണം ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 ശരിയാണ്. 4ാമത്തെ പ്രസ്താവന മാത്രമാണ് തെറ്റായിട്ടുള്ളത്. ലോങ് ജമ്പ് ചാടുന്ന കായിക താരങ്ങൾ ചാടുന്നതിന് മുൻപ് അല്പദൂരം ഓടുന്നത്, സ്വിച്ച് ഓഫ് ചെയ്ത ശേഷവും ഫാൻ അല്പനേരത്തേക്ക് കറങ്ങുന്നത്, വേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ് പെട്ടെന്ന് നിർത്തുമ്പോൾ നിൽക്കുന്ന യാത്രക്കാർ മുന്നോട്ട് വീഴാൻ പോകുന്നത്. ഇത് മൂന്നുമാണ് ചലന ജഡത്വത്തിന് ഉദാഹരണമായി പറയുന്നത്. നിശ്ചല ജഡത്വത്തിന് ഉദാഹരണം ഏതാണ്? നേരത്തെ ചലന ജഡത്വമാണ് പറഞ്ഞത്, എന്നാൽ നിശ്ചല ജഡത്വത്തിന് ഉദാഹരണം ഏതാണ്? 4 പ്രസ്താവന ഉണ്ട്. അതിൽ ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1, 2, 4 ആണ് ശരിയായിട്ടുള്ളത്. നിർത്തിയിട്ടിരിക്കുന്ന ബസ് പെട്ടെന്ന് എടുക്കുമ്പോൾ അതിലെ യാത്രക്കാർ പുറകോട്ട് വീഴുന്നത്, മാവിൻ കൊമ്പ് പെട്ടെന്ന് കുലുക്കുമ്പോൾ മാങ്ങ ഞെട്ടറ്റ് അടർന്നു വീഴുന്നത്, അട്ടിയായി അടുക്കിയ ക്യാരംസ് കോയിനുള്ളിൽ
ഏറ്റവും താഴെയുള്ളത് തട്ടിത്തെറിപ്പിച്ചാലും ശേഷിക്കുന്നവ സ്ഥിരാവസ്ഥയിൽ തുടരുന്നു. ഇത് മൂന്നുമാണ് നിശ്ചല ജഡത്വത്തിന് ഉദാഹരണം. അപ്പോൾ ചലന ജഡത്വവും നിശ്ചല ജഡത്വവും മാറിപ്പോകാതെ പഠിക്കുക. ഹീലിയത്തിന്റെ ദ്രവണാങ്കം എത്രയാണ്? ഹീലിയത്തിന്റെ ദ്രവണാങ്കം എത്രയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് -272 ആണ് ഹീലിയത്തിന്റെ ദ്രവണാങ്കം. -272 സാധാരണ മർദ്ദത്തിൽ ഒരു ദ്രാവകം ഖരാവസ്ഥയിലേക്ക് മാറുന്ന നിശ്ചിത താപനില ഏതാണ്? സാധാരണ മർദ്ദത്തിൽ ഒരു ദ്രാവകം ഖരാവസ്ഥയിലേക്ക് മാറുന്ന നിശ്ചിത താപനില അറിയപ്പെടുന്നത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് ഖരാങ്കം. ഖരാങ്കമാണ് സാധാരണ മർദ്ദത്തിൽ ഒരു ദ്രാവകം ഖരാവസ്ഥയിലേക്ക് മാറുന്ന നിശ്ചിത താപനില. വൃക്ക തകരാറിനെ തുടർന്ന് മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഡയാലിസിസ് ചെയ്യേണ്ടി വരുന്ന BPL വിഭാഗത്തിൽ പെടുന്നവർക്ക് പ്രതിമാസ ധനസഹായ പദ്ധതി ഏതാണ്? ഡയൽ 20, സമാശ്വാസം, സ്വസ്തി, മെഡിസപ്പ് ഇതിലേതാണ് വൃക്ക തകരാറിനെ തുടർന്ന് മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഡയാലിസിസ് ചെയ്യേണ്ടി വരുന്ന BPL വിഭാഗത്തിൽപ്പെട്ടവർക്ക് പ്രതിമാസ ധനസഹായ പദ്ധതി? ആൻസർ ഓപ്ഷൻ ബി ആണ് സമാശ്വാസം. ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ, തലാസീമിയ തുടങ്ങിയ രക്തജന്യ രോഗങ്ങളുടെ സമഗ്ര ചികിത്സ ഉറപ്പാക്കുന്ന പദ്ധതി ഏതാണ്? ആശാധാര, നവകിരണം, ആശാകിരണം, ആരോഗ്യകിരണം ഇതിലേതാണ് ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ, തലാസീമിയ തുടങ്ങിയ രക്തജന്യ രോഗങ്ങളുടെ സമഗ്ര ചികിത്സ ഉറപ്പാക്കുന്ന പദ്ധതി? ആൻസർ ഓപ്ഷൻ എ ആണ് ആശാധാര. അപ്പോൾ ആശാധാര ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ, തലാസീമിയ തുടങ്ങിയ രോഗങ്ങളുടെ സമഗ്ര ചികിത്സയ്ക്കായിട്ടുള്ള പദ്ധതിയാണ് ആശാധാര. സസ്യങ്ങൾക്ക് ഫോസ്ഫറസ് വളം ലഭ്യമാക്കുന്നതിന് സഹായിക്കുന്ന കുമിൾ വിഭാഗം ഏതാണ്? സസ്യങ്ങൾക്ക് ഫോസ്ഫറസ് വളം ലഭ്യമാക്കുന്നതിന് സഹായിക്കുന്ന കുമിൾ വിഭാഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് മൈക്കോറൈസ. മൈക്കോറൈസയാണ് ആൻസർ. സസ്യങ്ങൾക്ക് ഫോസ്ഫറസ് വളം ലഭ്യമാക്കുന്നതിന് സഹായിക്കുന്ന കുമിൾ വിഭാഗമാണ് മൈക്കോറൈസ. സസ്യരോഗങ്ങൾക്ക് ഫലപ്രദമായ ബോർഡോ മിശ്രിതം എന്ന കുമിൾനാശിനി കണ്ടുപിടിച്ചത് ആരാണ്? അപ്പോൾ സസ്യരോഗങ്ങൾക്ക് ഫലപ്രദമായിട്ടുള്ള ഒരു മിശ്രിതമാണ് ബോർഡോ മിശ്രിതം എന്ന കുമിൾനാശിനി. അത് കണ്ടുപിടിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് പിയറി മില്ലാർഡറ്റ്. പിയറി മില്ലാർഡറ്റ് ആണ് ബോർഡോ മിശ്രിതം എന്ന കുമിൾനാശിനി കണ്ടുപിടിച്ചത്. താഴെ തന്നിരിക്കുന്നതിൽ മണ്ണിര വളർത്തൽ അല്ലെങ്കിൽ കമ്പോസ്റ്റ് നിർമ്മാണം എന്താണെന്നാണ് അറിയപ്പെടുന്നത്? മണ്ണിര വളർത്തൽ അല്ലെങ്കിൽ കമ്പോസ്റ്റ് നിർമ്മാണം? ആൻസർ ഓപ്ഷൻ ഡി ആണ് വേമി കൾച്ചർ. വേമി കൾച്ചർ ആണ് മണ്ണിര വളർത്തൽ അല്ലെങ്കിൽ കമ്പോസ്റ്റ് നിർമ്മാണം. ചാവക്കാട് ഓറഞ്ച്, വെസ്റ്റ് കോസ്റ്റ് ടാൾ എന്നിവയുടെ സങ്കര ഇനമായ തെങ്ങിനം ഏതാണ്? ചാവക്കാട് ഓറഞ്ച്, വെസ്റ്റ് കോസ്റ്റ് ടാൾ എന്നിവയുടെ സങ്കര ഇനമായ തെങ്ങ് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് ചന്ദ്രശങ്കര. ചന്ദ്രശങ്കരയാണ് ചാവക്കാട് ഓറഞ്ച്, വെസ്റ്റ് കോസ്റ്റ് ടാൾ എന്നിവയുടെ സങ്കര ഇനമായ തെങ്ങിന. താഴെ തന്നിരിക്കുന്നതിൽ നൈട്രജൻ സ്ഥിരീകരണത്തിന് കഴിവുള്ള ബാക്ടീരിയ ഏതാണ്? താഴെ തന്നിരിക്കുന്നതിൽ നൈട്രജൻ സ്ഥിരീകരണത്തിന് കഴിവുള്ള ബാക്ടീരിയ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ഇവയെല്ലാം. അസറ്റോബാക്ടർ, ക്ലോസ്ട്രീഡിയം, റൈസോബിയം ഇത് മൂന്നും തന്നെ നൈട്രജൻ സ്ഥിരീകരണത്തിന് കഴിവുള്ള ബാക്ടീരിയകളാണ്. ഇവയെല്ലാം എന്ന ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ശരീരത്തിലെ ജലലവണ തുലനാവസ്ഥ ക്രമീകരിക്കുന്നതിന് സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? ശരീരത്തിലെ ജലലവണ തുലനാവസ്ഥ ക്രമീകരിക്കുന്നതിന് സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് ആൽഡോസ്റ്റിറോൺ. ആൽഡോസ്റ്റിറോൺ ആണ് ശരീരത്തിലെ ജലലവണ തുലനാവസ്ഥ ക്രമീകരിക്കുന്നതിന് സഹായിക്കുന്ന ഹോർമോൺ. താഴെ തന്നിരിക്കുന്നതിൽ രേഖാശൂന്യ പേശി അല്ലെങ്കിൽ മിനുസ പേശിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ്? 4 പ്രസ്താവന കൊടുത്തിട്ടുണ്ട്. അതിൽ തെറ്റായിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ ബി ആണ് കുറുകെ വരകൾ കാണപ്പെടുന്നു. അതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. ശരിയായിട്ടുള്ളത് നോക്കാം.
ആമാശയം ചെറുകുടൽ പോലുള്ള ആന്തര അവയവങ്ങളിലും രക്തക്കുഴലുകളിലും കാണപ്പെടുന്നു. സ്പിൻഡിൽ ആകൃതിയിലുള്ള കോശങ്ങളാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. അനൈച്ഛിക ചലനം സാധ്യമാക്കുന്നു. അനൈച്ഛിക ചലനം സാധ്യമാക്കുന്നത് രണ്ട് പേശികളാണ്. ഒന്ന് രേഖാശൂന്യ പേശി, മറ്റൊന്ന് ഹൃദയപേശി. അപ്പോൾ അനൈച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്ന പേശികളാണ് രേഖാശൂന്യ പേശിയും ഹൃദയപേശിയും. അപ്പോൾ രേഖാശൂന്യ പേശിയുമായി ബന്ധപ്പെട്ട് ഈ 3 പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. തെറ്റായിട്ടുള്ളത് കുറുകെ വരകൾ കാണപ്പെടുന്നു എന്നത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. അത് കറക്റ്റ് ആക്കുമ്പോൾ കുറുകെ വരകൾ കാണപ്പെടുന്നില്ല എന്നതാണ് രേഖാശൂന്യ പേശിയുടെ സവിശേഷത എന്ന് പറയുന്നത്. അസ്ഥികളെ പരസ്പരം ബന്ധിപ്പിക്കുന്നത് ഏതാണ്? അസ്ഥികളെ പരസ്പരം ബന്ധിപ്പിക്കുന്നത് ഇതിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് ലിഗമെന്റ്സ്. ലിഗമെന്റ്സ് ആണ് അസ്ഥികളെ പരസ്പരം ബന്ധിപ്പിക്കുന്നത്. ലിഗമെന്റ്സ്. ആൻസർ ഓപ്ഷൻ ബി ലിഗമെന്റ്സ്. താഴെ തന്നിരിക്കുന്നതിൽ കോൺ കോശങ്ങളുടെ കാര്യത്തിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് എല്ലാം ശരിയാണ്. അപ്പൊ 3 പ്രസ്താവനകളും കോൺ കോശങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയാണ്. നിറങ്ങൾ കാണാൻ സഹായിക്കുന്ന പ്രകാശഗ്രാഹിയാണ് കോൺ കോശങ്ങൾ. തീവ്ര പ്രകാശത്തിൽ കാണാൻ സഹായിക്കുന്നുണ്ട്. കോൺ കോശങ്ങളിൽ കാണപ്പെടുന്ന വർണ്ണവസ്തു ഫോട്ടോപ്സിൻ അല്ലെങ്കിൽ അയഡോപ്സിൻ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഈ 3 പ്രസ്താവനകളും കോൺ കോശങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയാണ്. നിറങ്ങൾ കാണാൻ സഹായിക്കുന്ന പ്രകാശഗ്രാഹിയാണ്. തീവ്ര പ്രകാശത്തിൽ കാണാൻ സഹായിക്കുന്നു. കോൺ കോശങ്ങളിൽ കാണപ്പെടുന്ന വർണ്ണവസ്തുവാണ് ഏത്? ഫോട്ടോപ്സിൻ. അതിനെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് അയഡോപ്സിൻ. തലച്ചോറിന്റെ ഇടത് വലത് അർദ്ധഗോളങ്ങൾ തമ്മിലുള്ള ആശയവിനിമയം സാധ്യമാക്കുന്ന ഭാഗം ഏതാണ്? തലച്ചോറിന്റെ ഇടത് വലത് അർദ്ധഗോളങ്ങൾ തമ്മിലുള്ള ആശയവിനിമയം സാധ്യമാക്കുന്ന ഭാഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് കോർപ്പസ് കൊളോസം. കോർപ്പസ് കൊളോസം ആണ് തലച്ചോറിന്റെ ഇടത് വലത് അർദ്ധഗോളങ്ങൾ തമ്മിലുള്ള ആശയവിനിമയം സാധ്യമാക്കുന്ന ഭാഗം. തിരുവിതാംകൂർ സർവകലാശാലയുടെ പേര് കേരള സർവകലാശാല എന്നാക്കി മാറ്റിയ വർഷം ഏതാണ്? തിരുവിതാംകൂർ സർവകലാശാലയുടെ പേര് കേരള സർവകലാശാല എന്നാക്കി മാറ്റിയ വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് 1957 തിരുവിതാംകൂർ സർവകലാശാലയുടെ പേര് കേരള സർവകലാശാല എന്നാക്കി മാറ്റിയത്. കുമാരനാശാന്റെ ജന്മസ്ഥലം ഏതാണ്? അരുവിക്കര, തോന്നയ്ക്കൽ, കായിക്കര, മാവേലിക്കര. ഇതിലെവിടെയാണ് കുമാരനാശാന്റെ ജന്മസ്ഥലം? ആൻസർ ഓപ്ഷൻ സി ആണ് കായിക്കര. കായിക്കരയിലാണ് കുമാരനാശാന്റെ ജന്മസ്ഥലം. ലക്ഷം വീട് പദ്ധതിയുടെ ഉപജ്ഞാതാവ് ആരാണ്? തന്നിട്ടുള്ളതിൽ ലക്ഷം വീട് പദ്ധതിയുടെ ഉപജ്ഞാതാവ് ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് എം.എൻ. ഗോവിന്ദൻ നായർ. എം.എൻ. ഗോവിന്ദൻ നായർ ആണ് ലക്ഷം വീട് പദ്ധതിയുടെ ഉപജ്ഞാതാവ്. എം.എൻ. ഗോവിന്ദൻ നായർ. ആലപ്പുഴയെ കിഴക്കിന്റെ വെനീസ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? കഴ്സൺ പ്രഭു, വെല്ലസ്ലി പ്രഭു, ഡൽഹൌസി പ്രഭു, വില്യം ബെന്റിക്. ഇതിൽ ആരാണ് ആലപ്പുഴയെ കിഴക്കിന്റെ വെനീസ് എന്ന് വിശേഷിപ്പിച്ചത്? ആൻസർ ഓപ്ഷൻ എ ആണ് കഴ്സൺ പ്രഭു. കഴ്സൺ പ്രഭു ആണ് ആലപ്പുഴയെ കിഴക്കിന്റെ വെനീസ് എന്ന് വിശേഷിപ്പിച്ചത്. കേരള ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കലിന്റെ ആസ്ഥാനം എവിടെയാണ്? കേരള ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കലിന്റെ ആസ്ഥാനം എവിടെയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് കലവൂർ. കലവൂരിലാണ് കേരള ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കലിന്റെ ആസ്ഥാനം. കലവൂർ. കരിപ്പൂർ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? കരിപ്പൂർ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? മലപ്പുറം, കോഴിക്കോട്, പാലക്കാട്, എറണാകുളം. ഇതിലെവിടെയാണ് കരിപ്പൂർ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ് മലപ്പുറം ജില്ല. മലപ്പുറം ജില്ലയിലാണ് കരിപ്പൂർ വിമാനത്താവളം. കമ്പ്യൂട്ടർ സാക്ഷരതാ പദ്ധതിയായ അക്ഷയയ്ക്ക് തുടക്കം കുറിച്ച ജില്ല ഏതാണ്? കമ്പ്യൂട്ടർ സാക്ഷരതാ പദ്ധതിയാണ് അക്ഷയ. അതിന് തുടക്കം കുറിച്ച ജില്ലയാണ് ഓപ്ഷൻ സി മലപ്പുറം. അപ്പോൾ അക്ഷയ പദ്ധതിക്ക് തുടക്കം കുറിച്ച ജില്ല മലപ്പുറം. മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ കുളച്ചൽ യുദ്ധം നടന്ന വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് 1741. കുളച്ചൽ യുദ്ധം നടന്ന വർഷം 1741. മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. അതിൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തി. ആ വർഷമാണ് 1741. വേലുത്തമ്പി ആത്മഹത്യ ചെയ്ത മണ്ണടി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വേലുത്തമ്പി ആത്മഹത്യ ചെയ്ത മണ്ണടി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്?
പത്തനംതിട്ട, കൊല്ലം, ആലപ്പുഴ, തിരുവനന്തപുരം. ഇതിലെവിടെയാണ് മണ്ണടി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ് പത്തനംതിട്ട. പത്തനംതിട്ട ജില്ലയിലാണ് മണ്ണടി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അവിടുത്തെ പ്രത്യേകത എന്താണ്? വേലുത്തമ്പി ആത്മഹത്യ ചെയ്ത സ്ഥലമാണ് മണ്ണടി ക്ഷേത്രം. അത് ഉള്ള ജില്ലയാണ് പത്തനംതിട്ട. കേരള നവോത്ഥാനത്തിന്റെ പിതാവാണ് ശ്രീനാരായണ ഗുരു. അദ്ദേഹം ജനിച്ച വർഷം ഏതാണ്? കേരള നവോത്ഥാനത്തിന്റെ പിതാവായ ശ്രീനാരായണ ഗുരു ജനിച്ച വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് 1856. 1856 ശ്രീനാരായണ ഗുരു ജനിച്ചത്. സംസ്ഥാന വനിതാ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഏതാണ്? സംസ്ഥാന വനിതാ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് 1996 സംസ്ഥാന വനിതാ കമ്മീഷൻ നിലവിൽ വരുന്നത്. തൂവാനം വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? കാവേരി, പാമ്പാർ, കബനി, ഭവാനി. ഇതിലെവിടെയാണ് തൂവാനം വെള്ളച്ചാട്ടം ഉള്ളത്? ആൻസർ ഓപ്ഷൻ ബി ആണ് പാമ്പാർ. പാമ്പാർ നദിയിലാണ് തൂവാനം വെള്ളച്ചാട്ടം. പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അഷ്ടമുടിക്കായൽ, പുന്നമടക്കായൽ, ഉപ്പളക്കായൽ, വേമ്പനാട് കായൽ. ഇതിലെവിടെയാണ് പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ആണ് വേമ്പനാട് കായൽ. വേമ്പനാട് കായലിൽ സ്ഥിതി ചെയ്യുന്നതാണ് പാതിരാമണൽ ദ്വീപ്. കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്ന ദ്വീപ് ഏതാണ്? മരക്കുന്നം ദ്വീപ്, ധർമ്മടം ദ്വീപ്, കുറുവ ദ്വീപ്, വെല്ലിംഗ്ടൺ ദ്വീപ്. ഇതിലെവിടെയാണ് കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്ന ദ്വീപ്? ആൻസർ ഓപ്ഷൻ എ ആണ് മരക്കുന്നം ദ്വീപ്. കുറഞ്ഞ നിരക്കിൽ LED ബൾബുകൾ ജനങ്ങളിൽ എത്തിക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതി ഏതാണ്? കുറഞ്ഞ നിരക്കിൽ LED ബൾബുകൾ ജനങ്ങളിൽ എത്തിക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് ഉജാല. അപ്പോൾ ഉജാല പദ്ധതി എന്താണെന്ന് ചോദിച്ചാൽ കുറഞ്ഞ നിരക്കിൽ LED ബൾബുകൾ ജനങ്ങളിൽ എത്തിക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് ഉജാല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആദ്യമായി ഒരു ഭരണഘടന ഉണ്ടാക്കിയ സമ്മേളനം ഏതാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആദ്യമായി ഒരു ഭരണഘടന ഉണ്ടാക്കിയ സമ്മേളനം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് 1908 മദ്രാസ് സമ്മേളനമാണ്. വന്ദേ മാതരം എന്ന പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ്? വന്ദേ മാതരം എന്ന പത്രത്തിന്റെ സ്ഥാപകൻ. ആൻസർ ഓപ്ഷൻ സി ആണ് മാഡം പിക്കാജി കാമ. മാഡം പിക്കാജി കാമയാണ് വന്ദേ മാതരം എന്ന പത്രത്തിന്റെ സ്ഥാപക. സ്വരാജ് പാർട്ടിയുടെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു? സ്വരാജ് പാർട്ടിയുടെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ എ ആണ് CR ദാസ്. CR ദാസ് ആണ് സ്വരാജ് പാർട്ടിയുടെ ആദ്യ പ്രസിഡന്റ്. സോഷ്യൽ സർവീസ് ലീഗ് എന്ന സംഘടന സ്ഥാപിച്ചത് ആരാണ്? സോഷ്യൽ സർവീസ് ലീഗ് എന്ന സംഘടന സ്ഥാപിച്ച വ്യക്തി ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് MN ജോഷി. അപ്പോൾ MN ജോഷിയാണ് സോഷ്യൽ സർവീസ് ലീഗ് എന്ന സംഘടന സ്ഥാപിച്ചത്. പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് 1986 പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്നത്. 12 വർഷത്തിലൊരിക്കൽ പുഷ്കാരം എന്ന ആഘോഷം നടക്കുന്നത് ഏത് നദിയുടെ തീരത്താണ്? 12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഒരു ആഘോഷമാണ് പുഷ്കാരം. ഇത് ഏത് നദിയുടെ തീരത്താണ് നടക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ് ഗോദാവരി. ഗോദാവരി നദീതീരത്ത് നടക്കുന്ന ആഘോഷമാണ് പുഷ്കാരം. ഹിമാലയത്തിന്റെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന പർവ്വതനിര ഏതാണ്? ഹിമാലയത്തിന്റെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന പർവ്വതനിര ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് ഹിമാദ്രി. ഹിമാദ്രിയാണ് ഹിമാലയത്തിന്റെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന പർവ്വതനിര. വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ഗോദാവരി, കാവേരി, നർമ്മദ, കൃഷ്ണ. ഇതിലേതാണ് വൃദ്ധഗംഗ എന്നറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ് ഗോദാവരി. ഗോദാവരിയാണ് വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദി. രാമായണത്തിൽ സരയു എന്ന പേരിൽ പരാമർശിക്കുന്ന നദി ഏതാണ്? രാമായണത്തിൽ സരയു എന്ന പേരിൽ പരാമർശിക്കുന്ന നദി ഏതാണ്?
ആൻസർ ഓപ്ഷൻ ഡി ആണ് ഗാഖ്ര. ഗാഖ്രയാണ് രാമായണത്തിൽ സരയു എന്ന പേരിൽ പരാമർശിക്കുന്ന നദി. ഏത് സംസ്ഥാനത്തെ പുതുവത്സര ആഘോഷമാണ് ഉഗാദി എന്ന പേരിൽ അറിയപ്പെടുന്നത്? ഏത് സംസ്ഥാനത്തിന്റെ പുതുവത്സര ആഘോഷമാണ് ഉഗാദി എന്ന പേരിൽ അറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ് ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശത്തിലെ ഒരു പുതുവത്സര ആഘോഷമാണ് ഉഗാദി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ലോകത്തിലെ ആദ്യ സമ്പൂർണ്ണ സൗരോർജ അന്താരാഷ്ട്ര വിമാനത്താവളം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ലോകത്തിലെ ആദ്യ സമ്പൂർണ്ണ സൗരോർജ അന്താരാഷ്ട്ര വിമാനത്താവളം. റൂർക്കേല ഇരുമ്പുരുക്കുശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? റൂർക്കേല ഇരുമ്പുരുക്കുശാല സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് ഒഡീഷ. ഒഡീഷയിലാണ് റൂർക്കേല ഇരുമ്പുരുക്കുശാല സ്ഥിതി ചെയ്യുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപദേശകനായിരുന്നത് ആരാണ്? തന്നിട്ടുള്ളതിൽ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപദേശകനായിരുന്ന വ്യക്തി ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് ബി എൻ റാവു. ബി എൻ റാവു ആണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപദേശകനായിരുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അവസാന സമ്മേളനം നടന്നത് എപ്പോഴാണ്? ഭരണഘടനാ നിർമ്മാണ സഭയുടെ അവസാന സമ്മേളനം നടന്നത് എപ്പോഴാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് 1950 ജനുവരി 24-നാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ അവസാന സമ്മേളനം നടക്കുന്നത്. 1950 ജനുവരി 24. ഭരണഘടനാ നിർമ്മാണ സഭയിലെ റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റിയിലെ ചെയർമാൻ ആരായിരുന്നു? ഭരണഘടനാ നിർമ്മാണ സഭയിൽ റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റിയിലെ ചെയർമാൻ ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ എ ആണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റിയിലെ ചെയർമാൻ. കൺകറന്റ് ലിസ്റ്റ് എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത് ഏത് രാജ്യത്തെ ഭരണഘടനയിൽ നിന്നാണ്? അപ്പോൾ കൺകറന്റ് ലിസ്റ്റ് എന്ന ആശയം കടം കൊണ്ടത് ഏത് രാജ്യത്തെ ഭരണഘടനയിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ഓസ്ട്രേലിയ. കൺകറന്റ് ലിസ്റ്റ് കടം കൊണ്ടിട്ടുള്ളത് ഓസ്ട്രേലിയൻ ഭരണഘടനയിൽ നിന്നാണ്. എനിക്ക് ഒരു കൾച്ചറെ അറിയൂ, അത് അഗ്രികൾച്ചർ ആണ് എന്ന് പറഞ്ഞ വ്യക്തി ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് സർദാർ വല്ലഭായ് പട്ടേൽ ആണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്. എനിക്ക് ഒരു കൾച്ചറെ അറിയൂ, അത് അഗ്രികൾച്ചർ ആണ്. വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് എന്നാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് 2010 ഏപ്രിൽ 1-നാണ് വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത്. കേരള നിയമസഭാ ചരിത്രത്തിൽ കാസ്റ്റിംഗ് വോട്ട് രേഖപ്പെടുത്തിയ ഏക സ്പീക്കർ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് AC ജോസ്. അപ്പോൾ AC ജോസ് ആണ് കേരള നിയമസഭാ ചരിത്രത്തിൽ കാസ്റ്റിംഗ് വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള ഏക സ്പീക്കർ ആണ് AC ജോസ്. കനലെരിയും കാലം ആരുടെ ആത്മകഥയാണ്? കനലെരിയും കാലം എന്നത് ആരുടെ ആത്മകഥയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് കൂത്താട്ടുകുളം മേരിയുടെ ആത്മകഥയാണ് കനലെരിയും കാലം. കൂത്താട്ടുകുളം മേരി. ഓപ്ഷൻ എ ആണ് ആൻസർ. ഭക്ഷണ സമത്വത്തിനും അനാചാരങ്ങളെ എതിർക്കുന്നതിനുമായി 1927 കോഴിക്കോട് വാഗ്ഭടാനന്ദൻ സംഘടിപ്പിച്ച ചടങ്ങ് ഏതാണ്? ഭക്ഷണ സമത്വത്തിനും അനാചാരങ്ങളെ എതിർക്കുന്നതിനുമായി 1927 കോഴിക്കോടിൽ വാഗ്ഭടാനന്ദൻ സംഘടിപ്പിച്ച ചടങ്ങ് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ആണ് പ്രീതി ഭോജനം. പ്രീതി ഭോജനം ഏത് വ്യക്തിയുമായി ബന്ധപ്പെട്ടത് എന്ന് ചോദിച്ചാൽ വാഗ്ഭടാനന്ദനാണ്. വർഷം 1927-ലാണ്. അധകൃതർ, ഹരിജൻ എന്നീ മാസികകൾ ആരംഭിച്ച നവോത്ഥാന നായകൻ ആരാണ്? അധകൃതൻ, ഹരിജൻ എന്നീ മാസികകൾ ആരംഭിച്ച നവോത്ഥാന നായകൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് KP വള്ളോൻ ആണ്. KP വള്ളോൻ ആണ് അധകൃതർ, ഹരിജൻ എന്നീ മാസികകൾ ആരംഭിച്ച നവോത്ഥാന നായകൻ. 2024 ലോക ടൂറിസം ദിനത്തിന്റെ പ്രമേയം എന്താണ്? 2024 ലോക ടൂറിസം ദിനത്തിന്റെ പ്രമേയം എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ടൂറിസം ആൻഡ് പീസ്. ടൂറിസം ആൻഡ് പീസ് എന്നതാണ് 2024 ലോക ടൂറിസം ദിനത്തിന്റെ പ്രമേയം.
കേരളത്തിലെ ഏത് ജില്ലയിലാണ് IT മേഖലയിലെ കുടുംബശ്രീയുടെ ആദ്യ സ്റ്റാർട്ടപ്പ് ആരംഭിച്ചത്? കേരളത്തിലെ ഏത് ജില്ലയിലാണ് IT മേഖലയിലെ കുടുംബശ്രീയുടെ ആദ്യ സ്റ്റാർട്ടപ്പ് ആരംഭിച്ചത്? ആൻസർ ഓപ്ഷൻ എ ആണ് ആലപ്പുഴ. 2024 സെപ്റ്റംബറിൽ കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ ചെയർപേഴ്സണായി നിയമിതയായത് ആരാണ്? 2024 സെപ്റ്റംബറിൽ കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ ചെയർപേഴ്സണായി നിയമിതയായത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് ശാരദ മുരളീധരൻ. ശാരദ മുരളീധരൻ ആണ് റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ ചെയർപേഴ്സണായി നിയമിതയായ വനിത. ഏഷ്യൻ കിങ് എന്ന ഇനം കഴുകനെ സംരക്ഷിക്കുവാൻ വേണ്ടി രാജ്യത്തെ ആദ്യ സംരക്ഷണ കേന്ദ്രം ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ഏഷ്യൻ കിങ് എന്ന ഇനം കഴുകനെ സംരക്ഷിക്കുവാൻ വേണ്ടി രാജ്യത്തെ ആദ്യ സംരക്ഷണ കേന്ദ്രം ആരംഭിച്ച സംസ്ഥാനം? ആൻസർ ഓപ്ഷൻ ബി ആണ് ഉത്തർപ്രദേശ്. 2024 സെപ്റ്റംബറിൽ തെക്ക് കിഴക്കൻ ഏഷ്യയിലും ദക്ഷിണ ചൈനയിലും വീശിയ യാഗി എന്ന ചുഴലിക്കാറ്റിന് ആ പേര് നൽകിയ രാജ്യം ഏതാണ്? അപ്പോൾ 2024 സെപ്റ്റംബറിൽ തെക്ക് കിഴക്കൻ ഏഷ്യയിലും ദക്ഷിണ ചൈനയിലും വീശിയ ചുഴലിക്കാറ്റാണ് യാഗി. അപ്പോൾ ഈ ചുഴലിക്കാറ്റിന്റെ പേര് നൽകിയ രാജ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ജപ്പാൻ. ജപ്പാനാണ് ഈ പേര് നൽകിയത്. ഡൽഹിയുടെ പുതിയ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റത് ആരാണ്? ഡൽഹിയുടെ പുതിയ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് അതിഷി മർലേന. അതിഷി മർലേനയാണ് ഡൽഹിയുടെ പുതിയ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റത്. 2024 ഭിന്നശേഷിക്കാർക്ക് വേണ്ടി കേരള സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതി ഏതാണ്? 2024 ഭിന്നശേഷിക്കാർക്ക് വേണ്ടി കേരള സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് സ്പീഡ്. സ്പീഡ് പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള ഒരു പദ്ധതിയാണ് സ്പീഡ്. അത് കേരള സർക്കാരാണ് പ്രഖ്യാപിച്ചത്. എല്ലാ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലുമായി 100 കോടി ഫോളോവേഴ്സിനെ സ്വന്തമാക്കുന്ന ലോകത്തിലെ ആദ്യ വ്യക്തി ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് എല്ലാ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലുമായി 100 കോടി ഫോളോവേഴ്സിനെ സ്വന്തമാക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വ്യക്തിയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. കേന്ദ്ര തൊഴിലുറപ്പ് പദ്ധതിയുടെ അനുബന്ധമായി സംസ്ഥാന പട്ടികവർഗക്കാർക്ക് ആയി നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? കേന്ദ്ര തൊഴിലുറപ്പ് പദ്ധതിയുടെ അനുബന്ധമായി സംസ്ഥാന പട്ടികവർഗക്കാർക്കായി നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് ട്രൈബൽ പ്ലസ്. അപ്പോൾ ട്രൈബൽ പ്ലസ് എന്ന പദ്ധതി ഏത് മേഖലയിലാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? പട്ടികവർഗക്കാർക്കായി നടപ്പിലാക്കിയതാണ്. കേന്ദ്ര തൊഴിലുറപ്പ് പദ്ധതിയുടെ അനുബന്ധമായിട്ടാണ് സംസ്ഥാന പട്ടികവർഗക്കാർക്കായി നടപ്പിലാക്കിയ പദ്ധതി ട്രൈബൽ പ്ലസ്. കേരള സ്പോർട്സ് പേഴ്സൺസ് അസോസിയേഷൻ ഏർപ്പെടുത്തിയ ഈ വർഷത്തെ VP സത്യൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? അപ്പോൾ VP സത്യൻ പുരസ്കാരം നേടിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് ആൻസി സോജൻ. അപ്പോൾ ആൻസി സോജൻ ആണ് VP സത്യൻ പുരസ്കാരം ലഭിച്ചത്. 2024 സെപ്റ്റംബറിൽ ഏഷ്യൻ ഒളിമ്പിക്സ് കൗൺസിലിൽ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? 2024 സെപ്റ്റംബറിൽ ഏഷ്യൻ ഒളിമ്പിക് കൗൺസിൽ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് രൺധീർ സിംഗ്. രൺധീർ സിംഗ് ആണ് 2024 സെപ്റ്റംബറിൽ നടന്ന ഏഷ്യൻ ഒളിമ്പിക് കൗൺസിലിന്റെ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 2024 ദേശീയ ഓപ്പൺ അത്ലറ്റിക്സിൽ ജേതാക്കൾ ആയതാരാണ്? 2024 ദേശീയ ഓപ്പൺ അത്ലറ്റിക്സിൽ ജേതാക്കളായത് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് റെയിൽവേസ്. റെയിൽവേസ് ആണ് 2024 ദേശീയ ഓപ്പൺ അത്ലറ്റിക്സിൽ ജേതാക്കളായത്. റെയിൽവേസ്. ഇന്ത്യൻ റെയിൽവേ ബോർഡിന്റെ പുതിയ ചെയർമാൻ ആരാണ്? ഇന്ത്യൻ റെയിൽവേ ബോർഡിന്റെ പുതിയ ചെയർമാൻ ആയത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് സതീഷ് കുമാർ. സതീഷ് കുമാർ ആണ് ഇന്ത്യൻ റെയിൽവേ ബോർഡിന്റെ പുതിയ ചെയർമാൻ. സതീഷ് കുമാർ. 2024 ഗുജറാത്തിൽ ആഞ്ഞടിച്ച ചുഴലിക്കാറ്റ് ഏതാണ്? 2024 ഗുജറാത്തിൽ ആഞ്ഞടിച്ച ചുഴലിക്കാറ്റിന്റെ പേരാണ് ഓപ്ഷൻ എ അസ്ന. അപ്പോൾ അസ്ന എന്നത് 2024 ഗുജറാത്തിൽ ആഞ്ഞടിച്ച ചുഴലിക്കാറ്റാണ് അസ്ന. ഏത് സംസ്ഥാനത്ത് നിന്നാണ് ജോർജ് കുര്യൻ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്?
ആൻസർ ഓപ്ഷൻ എ ആണ് മധ്യപ്രദേശ്. മധ്യപ്രദേശിൽ നിന്നാണ് ജോർജ് കുര്യൻ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. 2024 ഓഗസ്റ്റിൽ പൂർവ്വതീരത്ത് ഇന്ത്യൻ നാവികസേന നടത്തിയ അഭ്യാസം എന്താണ്? 2024 ഓഗസ്റ്റിൽ പൂർവ്വതീരത്ത് ഇന്ത്യൻ നാവികസേന നടത്തിയ അഭ്യാസത്തിന്റെ പേര് എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് പൂർവി ലേഹർ. പൂർവി ലേഹർ ആണ് 2024 ഓഗസ്റ്റിൽ പൂർവ്വതീരത്ത് ഇന്ത്യൻ നാവികസേന നടത്തിയ അഭ്യാസം. 2024 ഓഗസ്റ്റിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണ്? 2024 ഓഗസ്റ്റിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് ശിഖർ ധവാൻ. ശിഖർ ധവാൻ ആണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും 2024 ഓഗസ്റ്റിൽ വിരമിച്ച ക്രിക്കറ്റ് താരം. രുദ്രാക്ഷ് പാട്ടീൽ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ജൂഡോ, അമ്പെയ്ത്ത്, ചെസ്, ഷൂട്ടിംഗ്. ഇതിലേതാണ് രുദ്രാക്ഷ് പട്ടീൽ ബന്ധപ്പെട്ടിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ഷൂട്ടിംഗ്. അപ്പോൾ ഷൂട്ടിംഗുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് രുദ്രാക്ഷ് പാട്ടീൽ. സംസ്ഥാന കൃഷി വകുപ്പിന് ഈ വർഷത്തെ ഹരിതമിത്ര പുരസ്കാരം ലഭിച്ചത്? സംസ്ഥാന കൃഷി വകുപ്പിന്റെ ഈ വർഷത്തെ ഹരിതമിത്ര പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് എസ് വി സുജിത്തിനാണ് ഹരിതമിത്ര പുരസ്കാരം ലഭിച്ചത്. എസ് വി സുജിത്ത്. 2024 സെപ്റ്റംബറിൽ അന്തരിച്ച മധുര പണ്ഡിറ്റ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അപ്പോൾ മധുര പണ്ഡിറ്റ് എന്ന വ്യക്തി ഏത് മേഖലയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ചിത്രരചന, ചലച്ചിത്ര സംവിധാനം, സാഹിത്യം, ചരിത്രം. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് ചലച്ചിത്ര സംവിധാനവുമായി ബന്ധപ്പെട്ടതാണ് മധുര പണ്ഡിറ്റ്. അപ്പോൾ ഈ 80 GK ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ബാക്കി 20 ചോദ്യം മാത്സ് ആണ്. പാഠപുസ്തകം ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. താങ്ക് യു.